കായിക സ്വപ്ന സാഫല്യമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 1.5 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫുട്ബോൾ ടർഫ് മൈതാനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മാവൂരിൽ 100 ഏക്കർ സ്ഥലത്ത് 1500 കോടി രൂപ ചെലവിൽ സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോഞ്ചിംഗ് പ്രസ്താവനം അടുത്തു തന്നെ ഉണ്ടാകും. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് അക്കാദമി സ്ഥാപിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ ആരംഭിക്കുമ്പോൾ അതിന്റെ ടേൺ ഓവർ 1.5 ആയിരുന്നു. ഇന്ന് 3% വർദ്ധിച്ചിരിക്കുകയാണ്. സർക്കാർ കായിക മേഖലയിൽ ഏകദേശം 1400 കോടി രൂപ വിവിധങ്ങളായ കായിക മേഖലകളിൽ അടിസ്ഥാന വികസനത്തിന് മുടക്കിക്കഴിഞ്ഞു. സ്വകാര്യ മേഖലയിൽ 10,000 കോടി രൂപ നിക്ഷേപമാണ് ഏകദേശ കണക്ക് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ കേരളത്തിന് 5,000 കോടി രൂപയുടെ ഓഫറാണ് ലഭിച്ചത്. ഇതിൽ 1,200 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കേരളത്തിലെ കായിക മേഖലയിൽ വലിയ മാറ്റമാണ് നടക്കുന്നത്. പുതിയ AI സാങ്കേതികവിദ്യ നല്ല രീതിയിൽ വളരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കായിക മേഖലയ്ക്കാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടപ്പാക്കും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 1,300 കോടി രൂപ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എറണാകുളത്തും പാലക്കാട്ടും പ്രവർത്തി തുടങ്ങി. കോഴിക്കോട് പുതിയ സ്റ്റേഡിയം സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ചു വരികയാണ്. കോഴിക്കോട് സർവകലാശാലയിൽ കായിക മേഖലയിൽ പുതിയ PG കോഴ്സുകൾ ആരംഭിക്കും മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖല കായിക മേഖലയാണ്. ധാരാളം തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ കണക്കനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 10,000-ലധികം പുതിയ തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ സ്ഥിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വളർന്നു വരുന്ന എക്കോണമിയാണ്. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ പണം ഇതിൽ മുടക്കുകയാണ്. ഇപ്പോൾ മാവൂരിൽ വരാൻ പോകുന്ന പുതിയൊരു സ്പോർട്സ് സിറ്റി 100 ഏക്കർ സ്ഥലത്താണ് ആ സിറ്റി വരാൻ പോകുന്നത്. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം IM വിജയൻ മുഖ്യാതിഥിയായി. മലബാറിലെ ഗ്രൗണ്ടുകളാണ് കായിക മേഖലയിൽ എന്റെ ഉയർച്ചയിൽ സഹായകമായതെന്ന് അദ്ദേഹം പറഞ്ഞു. മലബാർ സൈഡാണ്, അതിന് വളരെ നന്ദി. ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു ബ്രദറാണ്. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ ഭയങ്കര വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഏത് സ്കൂളിൽ നോക്കിയാലും സാറ് പറഞ്ഞ പോലെ ദൃശ്യം പറഞ്ഞ പോലെ സ്പോർട്സിന്, ഫുട്ബോളിന് മാത്രമല്ല സ്പോർട്സിന് ഭയങ്കര കാര്യമായി ചെയ്യുന്ന ഒരാളാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കേരളത്തിൽ ഒരു സ്കൂളിൽ ഞാൻ കുറേ ഉദ്ഘാടനത്തിന് സ്കൂളിലേക്കൊക്കെ പോകും. കേരളത്തിൽ ഇങ്ങനെയൊരു സ്പോർട്സ് അക്കാദമി JC പ്രകാശനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബുവും ലോഗോ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനിയും പ്രകാശനം നിർവഹിച്ചു. BBM CEO ഫസുൽ റഹ്മാൻ വലയിൽ ടർഫ് പദ്ധതി വിശദീകരിച്ചു. കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ CS പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. AEO TP ദീപ്തി, വേണു കല്ലുരുട്ടി, അശ്വതി സനുജ്, പ്രജിത പ്രദീപ്, ഗഫൂർ കല്ലുരുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം.